പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾ അനുജത്തിയുടെ വീട്ടിലായിരുന്നു 5-6 ദിവസം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തെങ്കാശിയിൽ പോയി. എൻ്റെ അനിയത്തിക്ക് അഞ്ചലൊരു ഫാൻസി കടയുണ്ട്. അപ്പോൾ ആ കടയിലേക്ക് ആവശ്യമായ സാധനവും എടുക്കണമായിരുന്നു. അഞ്ചൽ കടയുടെ അടുക്ക ഒരു തമിഴ് ഫാമിലി കച്ചവടം ചെയ്യുന്നുണ്ട്. അതുമായിട്ട് എൻ്റെ അനിയത്തി വലിയ അടുപ്പമാണ്. അങ്ങനെ അത് പറഞ്ഞ് തന്ന് തെങ്കാശിയിലൊരു വലിയ ഹോൾസെയിൽ കടയുണ്ട് ചേച്ചി, നിങ്ങൾ അവിടെ നിന്ന് സാധനം എടുന്ന് പറഞ്ഞ്, അവിടെ നല്ല വിലക്കുറവാണെന്ന് പറഞ്ഞ് കുറേ നാളുകൊണ്ട് പറയുന്നു. എന്തായാലും ഇപ്പോഴാണ് സൗകര്യം ഒത്തത്. ഞാനും അനുജത്തിയും എൻ്റെ മോളും കൂടെ പോയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് 11 മണിയായപ്പോൾ ഇറങ്ങി. അഞ്ചലിൽ നിന്ന് ബസ് കയറി പുനലൂർ ഇറങ്ങി. പുനലൂരിൽ നിന്ന് മധുരൈ ബസ് അങ്ങണ്ടെയാണ്. എന്തായാലും ഞങ്ങൾ തെങ്കാശിയിൽ ബൾക്കീസ് മുക്കിൽ ഇറങ്ങി. അതിൻ്റെ തൊട്ടടുക്ക തന്നെ കട, ഇച്ചിരി അങ്ങോട്ട് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. ഹോൾസെയിൽ കടയാണ്. അതിനോട് ചേർന്ന് അവരുടേത് തന്നെ തുണിക്കടയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നും പിള്ളേർക്ക് ആവശ്യമായ സാധനങ്ങൾ അടിയിലിടുന്നതെല്ലാം വാങ്ങി. പിന്നെ അനുജത്തിക്ക് കടയിലേക്ക് ആവശ്യമായതെല്ലാം വാങ്ങി. ഞങ്ങൾ പിള്ളേർക്ക് നോട്ട് ബുക്കും അവർക്ക് തലയിൽ വയ്ക്കുന്ന കറുത്ത സ്ലൈഡുണ്ടല്ലോ, ഇങ്ങനെ അടിച്ച് വയ്ക്കുന്നത്, സൗണ്ട് കേൾക്കുന്നു. ആ സ്ലൈഡൊക്കെ ചീപ്പ് വില. അത് ഇവർക്ക് എത്രയോ ബോർഡാണ് ഒരു വർഷം വാങ്ങുന്നത്. അങ്ങനത്തെ ആ സ്ലൈഡ് ഒരു ബോർഡ്, ചെറിയ ബോർഡ് 10, പിന്നെ 12, 16 അങ്ങനെ 3-4 അങ്ങനെ സ്ലൈഡ് വാങ്ങി. ഈ റബ്ബറുണ്ടല്ലോ, ഇതിനൊരെണ്ണത്തിന് 5 രൂപയാണ്. ഇത് പിള്ളേർ ബുക്കിൽ എഴുതിയിട്ട് തെറ്റുമ്പോൾ അഴിക്കുന്ന റബ്ബറുകളാണ്. നമ്മൾ എത്രയോ ഫീസ് എടുത്താൽ അവരതിൻ്റേതായ വില കുറച്ച് തരും. നോട്ട് ബുക്ക് വലിയ ക്ലാസ്മേറ്റ്സിൻ്റെ പോലത്തെ നോട്ട് ബുക്ക്, അതെല്ലാ സംഭവം അതുപോലത്തെ നോട്ട് ബുക്ക്. അത് അവർ വീടുകളിൽ ഇരുന്ന് കുടിൽ വ്യവസായം പോയെല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ ബയൻ്റ് ഉണ്ടല്ലോ, എനിക്കിഷ്ടപ്പെട്ടു. ബയൻ്റ് മഴ പെയ്താൽ ആ ബയൻ്റിൻ്റെ പുറം നനയത്തില്ല, വെള്ളം അങ്ങ് ഒഴുകിപ്പോവും, ബുക്ക് നനയത്തില്ല, അങ്ങനെയുള്ളത്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ.